ഹലോ, ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും എത്തിയില്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടണേ. പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, നമുക്കറിയാം 1757 നമ്മുടെ പ്ലാസി യുദ്ധം നടക്കുന്നത്. ഈ പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് അല്ലെ. ഈ 1757 മുതൽ 1947 വരെ ഏകദേശം എന്താ പറയാ 200-300 വർഷത്തോളം കാലം അല്ലെ ബ്രിട്ടീഷുകാര് നമ്മളെ ഇന്ത്യയെ അടക്കി വന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ശക്തമായിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അല്ലെ. 1857 വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ട് ഇന്ത്യയെ കീഴടക്കുന്ന ഒരു പക്ഷെ നമുക്ക് പറയാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണെന്ന് പറയാം അല്ലെ. അപ്പോൾ 1857 എന്ത് പറയുന്നത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അല്ലെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി ആരെന്ന് ആർക്കെങ്കിലും അറിയോ? ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ആരാന്നറിയോ? കാനിങ് പ്രഭു ആയിരുന്നു. ആരും പറയുന്നൊന്നുമില്ല. കാനിങ് പ്രഭു ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് 1857 വിപ്ലവത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ടിട്ടുള്ളത് അവരൊരു തോക്ക് ഇറക്കുകയാണ്. ആ തോക്കിൽ പശുവിന്റെ അതുപോലെ തന്നെ പന്നിയുടെ ഒക്കെ നെയ്യ് പുരട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കിംവദന്തി പരക്കുക. അപ്പോ നമുക്കറിയാം ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലെ ആളുകൾക്കൊക്കെ അത് എന്താ പറയാ വേറെ രീതിയിൽ അത് കാണുമ്പോൾ അത് വലിയൊരു കാരണമായിട്ട് വരികയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിയമം, നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയത്, ഇതൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചപ്പെട്ടെന്നുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ 1848 ദത്തവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, ഇതൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള കാരണത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യണേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ 1848 ദത്തവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം. ഓക്കെ, 1848 ദത്തവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. ഓക്കെ, അപ്പോ എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് എന്ന് അറിയോ? ഡേറ്റ് 1857 മെയ് മാസം 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നതാ. ഓക്കെ, 1857 1857 മെയ് മാസം 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം ആരംഭിക്കുന്നത്. PSC ചോദിക്കാറുള്ളതാണ്. എവിടെ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1857 മെയ് മാസം 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ PSC ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതും ഏതന്നെയാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1857 മെയ് മാസം 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതന്നെയാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായിട്ട്
കണക്കാക്കപ്പെടുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ഓക്കെ, 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കപ്പെടുന്നത് താമരയും ചപ്പാത്തിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് എന്താ? ബ്രിട്ടീഷുകാർ വിളിച്ചത് ശിപായി ലഹള എന്നാണ്. ഓക്കെ, ശിപായി ലഹള എന്നാണ് എന്ത് ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിളിച്ചത്. ഓക്കെ, അപ്പൊ 3-4 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. 1857 മെയ് മാസം 10-നാണ് എന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് എന്ത് വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, പിന്നെ 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താ? താമരയും ചപ്പാത്തിയുമാണ് കേട്ടോ. താമരയും ചപ്പാത്തിയും. ഓക്കെ, പിന്നെ 1857 വിപ്ലവത്തിനെ ശിപായി ലഹള എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഓക്കെ, അപ്പോ 1857 എന്ത് നമ്മളെ ഒന്നാം സ്വാതന്ത്ര്യം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ സൈനികർ ഉപയോഗിച്ചിരുന്ന തോക്കിനെ എതിർക്കാൻ കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്താ? പുതിയ തരം തോക്കിൽ ഉപയോഗിച്ചിരുന്ന തിരികളിൽ എന്താണ് പശുവിന്റെയും പന്നിയുടെ ഒക്കെ നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നുള്ള വാർത്ത പ്രചരിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അതുപോലെ തന്നെ 1848 ദത്തവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം, നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, ഇതൊക്കെയാണ് എന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താ? 1857 മെയ് മാസം 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങളുള്ളത് എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, പിന്നെ വിപ്ലവത്തിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കപ്പെടുന്നത് താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിളിച്ചത് ആരാ? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതാന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? അത് ഡൽഹിയാണ് കേട്ടോ. ഓക്കെ, മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏത് തന്നെയാണ്? അതും ഡൽഹി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ രണ്ടാം ലോക 1857 വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന രാജാവാണ് ആര്? നമ്മളെ ബഹദൂർ ഷാ രണ്ടാമൻ ട്ടോ. ഡൽഹി ഭരിച്ചിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. നോട്ട് ചെയ്തോളൂ, ഡൽഹി ഭരിച്ചിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, അപ്പോ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഇത് ഡൽഹി. വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏത് തന്നെയാണ്? ഡൽഹിയാണ്. ഈ സമയം ഡൽഹി ഭരിച്ചിരുന്ന ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹി ഭരിച്ചിരുന്നത്. ഇനി ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. ഓക്കെ, ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ജോൺ നിക്കോൾസൺ. ഓക്കെ, ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? മീററ്റിൽ നിന്നാണ് വിപ്ലവകാരികൾ പുറപ്പെട്ടത്. ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹിയാണ്. ബ്രിട്ടീഷുകാർ തിരിച്ച് വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച പ്രദേശം തന്നെയാണ്? ഡൽഹി തന്നെയാണ്. ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ് കേട്ടോ. ജോൺ നിക്കോൾസൺ ആണ്. ഈ സമയം ഡൽഹി ഭരിച്ചിരുന്നത് ബഹാദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ,
അതുപോലെ തന്നെ ജോൺ നിക്കോൾസൺ എന്താണ്? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക തലവനായിരുന്നു ആര്? കൻവർ സിംഗ് ട്ടാ. ഓക്കെ, അതുപോലെ തന്നെ 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മളെ ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട ഒരു വിളംബരമുണ്ട്. അതാണ് അസംഗഡ് വിളംബരം ട്ടാ. അസംഗഡ് വിളംബരം എന്നറിയപ്പെടുന്നത് എന്താണ്? 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തതാണ് ആര്? നമ്മളെ ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തിന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട ഈ വിളംബരമാണെന്ത്? അസംഗഡ് വിളംബരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. അസംഗഡ് വിളംബരം 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണെന്ത്? അസംഗഡ് വിളംബരം. ഓക്കെ, ഈ അസംഗഡ് വിളംബരം പുറപ്പെടുവിക്കപ്പെട്ട ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1857 ഓഗസ്റ്റ് മാസം 25-ാം തീയതി. ഓഗസ്റ്റ് മാസം 25-ാം തീയതി 1857 ഓഗസ്റ്റ് മാസം 25-ാം. ഓക്കെ, ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മളെ മീററ്റിൽ നിന്നാണ് എന്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഏത്? നമ്മുടെ ഡൽഹി. ഈ ഡൽഹി ബ്രിട്ടീഷുകാര് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച ആദ്യത്തെ പ്രദേശം ഏത് തന്നെയാണ്? അതും ഡൽഹി തന്നെയാണ്. തിരിച്ചു പിടിച്ച പ്രദേശം കേട്ടോ. ഓക്കെ, ഈ ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. ഓക്കെ, ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ജോൺ നിക്കോൾസൺ ആണ് എന്ത്? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞത് 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമനാണെന്ത് ഈ സമയം ഡൽഹിയിലെ രാജാവായിട്ടുണ്ടായിരുന്നത്. ഈ ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണെന്ത്? അസംഗഡ് വിളംബരം ട്ടാ. അസംഗഡ് വിളംബരം 1857 ഓഗസ്റ്റ് മാസം 25-ആണ്. ഒന്നുകൂടി പറയാം, 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണെന്ത്? അസംഗഡ് വിളംബരം 1857 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് അറിയോ ഒരിക്കലും? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അറിയുന്നവരൊന്ന് കമന്റ് ഇട്ടേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാന്ന് അറിയില്ലേ? മംഗൾ പാണ്ഡെ എന്ന് കേട്ടിട്ടുണ്ടോ? മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ട്ടാ. ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട ഒരു സൈനികനാണ് ആര്? ദാമോദർ ഈശ്വരി പ്രസാദ്. ഓക്കെ, മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ആര്? ദാമോദർ ഈശ്വരി പ്രസാദ്. ഓക്കെ, ഈശ്വരി പ്രസാദിന് 1857 ഏപ്രിൽ മാസം 21-നാണെന്ത് തൂക്കിലേറ്റപ്പെടുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ആര്? ജമോദർ ഈശ്വരി പ്രസാദ്. ഓക്കെ, ഇനി മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ആര്? ഷെയ്ഖ് പൽത്തുട്ടാ. ഷെയ്ഖ് പൽത്തു ആണ് എന്ത്? മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികൻ ആരാണ്? ഷെയ്ഖ് പൽത്തു. 3 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജാമേദാർ ഈശ്വരി പ്രസാദ്. അതുപോലെ തന്നെ മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ആര്? ഷെയ്ഖ് പൽത്തുട്ട. ഓക്കെ, ഇനി മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുന്നത് 1857 ഏപ്രിൽ മാസം 8-നാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുന്നത്. ഓക്കെ, അതിനു മുന്നേ വേറൊരു മറ്റേ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റപ്പെട്ട ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1857 ഏപ്രിൽ 21-ന് എന്ത് ചെയ്തു? ജമോദർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റു. എന്തിനെ തൂക്കിലേറ്റ്? മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന്. ഓക്കെ, മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ആര്? ജമോദർ ഈശ്വരി പ്രസാദ്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്ത്? മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ആളാണ് ആര്? ഷെയ്ഖ് പൽത്തു. ഓക്കെ, മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽത്തു. ഇദ്ദേഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് 1857 ഏപ്രിൽ മാസം 8-നാണ് എന്ത്? മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് PSC ചോദിക്കാറുണ്ട്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ആണെന്ത്? 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. ഓക്കെ, നോട്ട് ചെയ്തോളൂ. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ആണെന്ത്? 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. ഓക്കെ, മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ആര്? ജമോദാർ ഈശ്വരി പ്രസാദ്. 1857 ഏപ്രിൽ മാസം 21-നാണ് എന്ത്? ജമോദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത്. പിന്നെ മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ആര്? ഷെയ്ഖ് പൽത്തു. 1857 ഏപ്രിൽ മാസം 8-ാം തീയതി മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുകയാണ്. ഓക്കെ, മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ആണ് 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 1857 കലാപം കൂടുതലായിട്ട് ബാധിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാന്ന് പറഞ്ഞല്ലോ. ഈ ഉത്തർപ്രദേശിലെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാണ് മീററ്റ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശാണ്. നമ്മൾ പറഞ്ഞു കലാപം പൊട്ടിപ്പുറപ്പെടുന്ന എവിടെ നിന്നാണ്? മീററ്റ് എന്നാന്ന് പറഞ്ഞു. അപ്പൊ മീററ്റ് ഉത്തർപ്രദേശിലാണ്. അതുപോലെ ലക്നൗ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. അലിഗഡ് ഉത്തർപ്രദേശാണ്. മധുര ഉത്തർപ്രദേശാണ്. നോട്ട് ചെയ്തോളൂ. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഓക്കെ, മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഇത്രയും സ്ഥലങ്ങൾ എവിടെയാണ് വരുന്നത്? 1857 പ്രധാനപ്പെട്ട കലാപബാധിത പ്രദേശങ്ങളാണ് പറയുന്നത്. മീററ്റ് ഉത്തർപ്രദേശാണ്, ലക്നൗ ഉത്തർപ്രദേശാണ്, അലിഗഡ് ഉത്തർപ്രദേശാണ്, മധുര ഉത്തർപ്രദേശിലാണ്, ആഗ്ര സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ്, ഝാൻസി ഉത്തർപ്രദേശിലാണ്, അലഹബാദ് എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിൽ വരുന്നത്. പിന്നെ പശ്ചിമ ബംഗാളിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് ബാരക്പൂർ വരുന്നത് പശ്ചിമ ബംഗാളിലാണ്. മധ്യപ്രദേശിലെ സ്ഥലമാണ് എന്ത്? ഗ്വാളിയോർ. ഓക്കെ, നോട്ട് ചെയ്തോളൂ. പശ്ചിമ ബംഗാളിലെ പ്രദേശമാണ് ഇത് ബാരക്പൂർ. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ സ്ഥലമാണ് ഗ്വാളിയോർ. രാജസ്ഥാനിലെ സ്ഥലമാണ് ഭരത്പൂർ. ഓക്കെ, ഒന്നുകൂടെ പറയാ. ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാണ് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി,
അലഹബാദ് ഇത്രയും സ്ഥലം വരുന്നത് ഉത്തർപ്രദേശിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രധാനമായിട്ട് കലാപം നടന്ന പ്രദേശമാണ് ഇത് ബാരക്പൂർ. സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ സ്ഥലമാണ് ഇത് ഗ്വാളിയോർ. രാജസ്ഥാനിലെ സ്ഥലമാണ് ഭരത്പൂർ. ബീഹാറിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആര. ഓക്കെ, നോട്ട് ചെയ്തോളൂ, ബീഹാറിലെ സ്ഥലമാണ് ആര. ഓക്കെ, ഇനി 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ PSC ചോദിക്കാറുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് ഇത് പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഈ 3 പ്രവിശ്യകളിൽ അല്ലെങ്കിൽ ഈ 3 സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചിട്ടില്ല. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് ഏതൊക്കെ? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് ഏതൊക്കെ? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഓക്കെ, ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെട്ടിരുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഹിന്ദു മുസ്ലിം ഐക്യമാണ് 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്നറിയപ്പെട്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഹിന്ദു മുസ്ലിം ഐക്യമാണ് 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 1857 കലാപബാധിത പ്രദേശങ്ങൾ പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലാണ് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഇത്രയും പ്രദേശങ്ങൾ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബാരക്പൂർ. മധ്യപ്രദേശിലെ സ്ഥലമാണ് ഗ്വാളിയോർ. രാജസ്ഥാനിലാണ് ഇത് ഭരത്പൂർ വരുന്നത്. അതുപോലെ തന്നെ ബീഹാറിലാണ് ആര. പിന്നെ PSC ചോദിക്കാറുള്ള ചോദ്യമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ്, ബോംബെ, മദ്രാസ്. പഞ്ചാബ്, ബോംബെ, മദ്രാസ് ഈ 3 പ്രദേശങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല? വിപ്ലവം വ്യാപിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ത് 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഹിന്ദു മുസ്ലിം ഐക്യമാണ് 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഝാൻസി റാണിയെ കുറിച്ചിട്ടാണ് പറയണത്. കേട്ടിട്ടുണ്ടാവുമല്ലോ, ഝാൻസി റാണിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? അപ്പോ 1853 1853 ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാര് ഝാൻസി പിടിച്ചെടുക്കുകയാണ്. അതായത് ഝാൻസിയിലെ രാജാവായിരുന്ന ആര്? ഗംഗാധർ റാവു. ഈ ഗംഗാധർ റാവുവിന്റെ ഭാര്യയാണ് ആര്? നമ്മളെ റാണി ലക്ഷ്മിബായി, അതായത് ഝാൻസി റാണി. ഈ ഗംഗാധർ റാവുവിന്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ആര്? ദാമോദർ റാവു. അതായത് ഗംഗാധർ റാവു മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ല, ദത്തുപുത്രനാണുള്ളത്. അതുകൊണ്ട് തന്നെ ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്താണ് ഝാൻസി 1853 ഝാൻസി എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർ അവരുടെ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതാണ് എന്ത് ഝാൻസി റാണീനെ ഈ വിപ്ലവത്തിലേക്ക് കടന്നു വരാനുള്ള കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 1853 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഝാൻസി പിടിച്ചെടുക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? ഝാൻസിയിലെ രാജാവായിരുന്ന ആര്? ഗംഗാധർ റാവു. അദ്ദേഹത്തിന്റെ മകനായിരുന്ന ദത്തുപുത്രനായിരുന്ന ആര്? നമ്മുടെ ദാമോദർ റാവു. അപ്പോ ഝാൻസിയിലെ രാജാവായിരുന്നു ഗംഗാധർ റാവു. അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ദാമോദർ റാവു.
ഈ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്ന ആര്? റാണി ലക്ഷ്മിബായി, അതായത് ഝാൻസി റാണി. ഓക്കെ, അപ്പോ ഈ ഝാൻസി കൈയടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരുടെ ഈ ശ്രമത്തിനെതിരെയാണ് എന്ത് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യേണ്ടത് 1853 1853 1853 ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുന്നത് കേട്ടാ. ഓക്കെ, 1853 ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഈ ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ നോട്ട് ചെയ്തോളൂ. ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് മനുബായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഓക്കെ, ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ നോട്ട് ചെയ്തോളൂ. മനുബായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഇതിന്റെ നോട്ട് എന്തായാലും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തായാലും ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് മനുബായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഓക്കെ, ആദ്യം നോട്ട് ചെയ്യേണ്ടത് 1853 ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കുന്നത്. ദത്താവകാശ നിരോധന നിയമപ്രകാരമാണെന്ത് ഝാൻസി പിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഝാൻസിയിലെ രാജാവായിരുന്ന ആര്? ഗംഗാധർ റാവു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആര്? റാണി ലക്ഷ്മിബായി. ഓക്കെ, ഈ റാണി ലക്ഷ്മിബായിയുടെ അല്ലെങ്കിൽ ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് എന്തൊക്കെ? മനുബായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഇനി ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ PSC ചോദിക്കാറുണ്ട്. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? ഹ്യൂഗ് റോസ്. ഓക്കെ, ഹ്യൂഗ് റോസ് ആണ് എന്ത് ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ. ഓക്കെ, അപ്പൊ ഈ ഝാൻസി മാത്രമല്ല, ഈ ഗ്വാളിയോർ എന്ന് പറയുന്ന നാട്ടുരാജ്യം പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയാണ് ആര്? ഹ്യൂഗ് റോസ്. ഓക്കെ, അപ്പൊ ഗ്വാളിയോർ അതുപോലെ തന്നെ ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയാണ് ആര്? ഹ്യൂഗ് റോസ്. ഈ ഗ്വാളിയോർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്വാളിയോർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് പറയാമോ? ഗ്വാളിയോർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ശാലിനി പറഞ്ഞ കറക്റ്റ് ആണ്. മധ്യപ്രദേശിലാണ് ഇത് നമ്മളെ ഗ്വാളിയർ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? ഹ്യൂഗ് റോസ്. ഈ ഗ്വാളിയർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയാണ് ആര്? ഹ്യൂഗ് റോസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഝാൻസി റാണിയുടെ പ്രധാനപ്പെട്ട കുതിരകൾ നോട്ട് ചെയ്തോളൂ. ബാദൽ, സാരംഗി, പവൻ. ഓക്കെ, ബാദൽ, സാരംഗി, പവൻ ഈ 3 കുതിരകള് ഝാൻസി റാണിയുടെ പ്രധാനപ്പെട്ട 3 കുതിരകളാണ്. ഇതൊക്കെ ബാദൽ, സാരംഗി, പവൻ. ഓക്കെ, ഇതില് കലാപകാലത്ത് ഝാൻസി റാണി പ്രധാനമായിട്ടും സഞ്ചരിച്ചിരുന്ന കുതിരയാണ് ഇത് ബാദൽ കേട്ടാ. PSC ചോദിക്കാറുണ്ടത്, കണ്ടിട്ടുണ്ട്. ഓക്കെ, ഝാൻസി റാണിയുടെ കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിരയാണ് ഇത് ബാദൽ. ഓക്കെ, ഓക്കെ, അപ്പോ ദത്തവകാശ നിരോധന നിയമപ്രകാരമാണെന്ത് 1853 1853 ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞു ഝാൻസിയിലെ രാജാവായിരുന്ന ആര്? ഗംഗാധർ റാവു. ഈ ഗംഗാധർ റാവുവിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായിട്ടുള്ള ദാമോദർ റാവു അവിടെ എന്ത് ചെയ്യാണ്? അധികാര പ്രശ്നനാക്കപ്പെടുകയാണ്. അപ്പോഴാണ് എന്താ പറയാ നമ്മളെ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിട്ടുള്ള റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാർക്കെതിരെ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അല്ലെ. പിന്നെ പറഞ്ഞത് എന്താ? ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് മനുബായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആര്? ഹ്യൂഗ് റോസ് അല്ലെ. ഹ്യൂഗ് റോസ് ആയിരുന്ന ആര്? ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ. ഗ്വാളിയർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയാണ് ആര്? ഹ്യൂഗ് റോസ് അല്ലെ. ഓക്കെ, പിന്നെ ഝാൻസി റാണിയുടെ പ്രധാനപ്പെട്ട കുതിരകളാണ് ബാദൽ, സാരംഗി അതുപോലെ തന്നെ പവൻ.
കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിരയാണേത്? ബാദൽ. ഓക്കെ, ഇനി ഓക്കെ, അടുത്ത ഝാൻസി റാണിയുടെ വിശേഷണങ്ങളാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാന്നറിയോ? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്, യെസ് കറക്റ്റ് ആണ്, ശാലിനി പറഞ്ഞ കറക്റ്റ് ആണ്, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ, കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഹ്യൂഗ്രോസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് പറഞ്ഞു ഝാൻസി പിടിച്ചടക്കിയത് ആരാ? ഹ്യൂഗ്രോസ് ആണ്. ആ ഹ്യൂഗ്രോസ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഹ്യൂഗ്രോസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2 പോയിന്റുകളാണ് പറഞ്ഞത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഹ്യൂഗ്രോസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഝാൻസി നഗരം ഇപ്പോഴത്തെ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഝാൻസി എന്ന് പറയുന്ന നഗരം ഇപ്പൊ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് 1858 1858 ജൂൺ മാസം 18 1858 ജൂൺ മാസം 18 ഗ്വാളിയറിൽ വെച്ചിട്ടാണ് എന്ത് നമ്മളെ ഝാൻസി റാണി മരണപ്പെടുന്നത്. ഓക്കെ, 1858 ജൂൺ മാസം 18 എന്ത് ഗ്വാളിയറിൽ വെച്ചിട്ട് നമ്മളെ ഝാൻസി റാണി മരണപ്പെടുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ. 1858 ജൂൺ മാസം 18 ഗ്വാളിയറിൽ വെച്ചാണ് ആര്? ഝാൻസി റാണി മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ്, എല്ലാവരും ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. കേട്ടിട്ടുണ്ടോ? ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇത്, മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. ഓക്കെ, ഈ സിനിമയില് മണികർണിക അല്ലെങ്കിൽ ഝാൻസി റാണി ആയിട്ട് വേഷം ഇട്ടത് ആരാ? കങ്കണ റാവത്ത് ആണ് കേട്ടോ. കങ്കണ റാവത്ത് ആണ് ഈ സിനിമയിലെ ആര്? മണികർണിക അല്ലെങ്കിൽ നമ്മൾ ഝാൻസി റാണി ആയിട്ട് വേഷം ഇട്ടിട്ടുള്ളത് ആരാണ്? കങ്കണ റാവത്താണ്. ഓക്കെ, അപ്പോ ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇത്, മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. നോട്ട് ചെയ്തോളൂ, മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. ഈ സിനിമയിൽ ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത് ആരാണ്? കങ്കണ റാവത്താണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് പറഞ്ഞത് ഒന്നുകൂടെ പറയാ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാ? ഹ്യൂഗ്രോസ് ആണ്. ഝാൻസി നഗരി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു. 1858 ജൂൺ മാസം 18 ഗ്വാളിയോറിൽ വെച്ചിട്ടാണ് ആര്? ഝാൻസി റാണി മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് എന്ത്? മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി. ഈ സിനിമയിൽ മണികർണിക അല്ലെങ്കിൽ നമ്മൾ ഝാൻസി റാണി ആയിട്ട് വേഷം ഇട്ടിട്ടുള്ളത് ആരാ? കങ്കണ റാവത്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ദത്തവകാശ നിരോധന നിയമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? അനന്തര അവകാശികളില്ലാത്ത ഭരണാധികാരികൾ
എന്ത് ചെയ്യും, ആൺകുട്ടികളെ ദത്തെടുത്തിരുന്നു. അങ്ങനെയാണ് രാജ്യം കൈമാറുന്ന രീതി. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് അവസാനിപ്പിച്ചിട്ട് ആ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണെന്ത്, ദത്തവകാശ നിരോധന നിയമം ട്ടാ. നോട്ട് ചെയ്തോളൂ. അപ്പോ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ആര്, ഡൽഹൌസി പ്രഭു. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്, ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്, ഡൽഹൌസി പ്രഭു ആണ്. ഓക്കെ, വർഷം നോട്ട് ചെയ്തോളൂ, 1848, 1848. ഓക്കെ, അപ്പോ അനന്തരാവകാശികൾ ഇല്ലാത്ത ഭരണാധികാരികൾ നമ്മൾ ആൺകുട്ടികളെ ദത്തെടുത്തിട്ട് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിച്ചിട്ട് എന്താ പറയാ, ആ രാജ്യം നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്ത്, ദത്തവകാശ നിരോധന നിയമം അല്ലെ. അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. 1848, 1848 നമ്മളെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. ഓക്കെ, നടപ്പിലാക്കിയ ഈ ഗവർണർ ജനറൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡൽഹൌസി പ്രഭു. ഓക്കെ, ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം സത്താറ ട്ടാ, സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ്. 1848 ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഇത്, സത്താറ. ഓക്കെ, ഇനി കലാപത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യമാണ് ഇത്, അവധ്. ഓക്കെ, കലാപത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യമാണ് അവധ്. ഓക്കെ, അതുപോലെ തന്നെ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നാണ് എന്ത്, അവധിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, ആ കാലഘട്ടത്തിൽ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നാണ് എന്ത്, അവധിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ്. 1848 ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി, അതിനു മുന്നേ ഒരു പോയിന്റ്, ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യമാണ് അവധ്. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ഏതാണ്, അവധാണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ 4 പോയിന്റ് ക്ലിയർ അല്ലേ. അടുത്തത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു എന്ന് പറഞ്ഞു. ആ ഡൽഹൌസി പറഞ്ഞ വാക്കുകളാണെന്ത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ്. അപ്പൊ അടുത്ത് ഈ വർഷം തന്നെ ഏതൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണിട്ടത്. ഇത് ഇവിടെ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്, ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഓക്കെ, അപ്പോ ഇനി ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് ആര്, കാനിങ് പ്രഭുട്ട. 1859 നമ്മൾ പറഞ്ഞ 1848 ഡൽഹൌസി പ്രഭു എന്ത്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നീട് 1859, 1859, 1859 എന്ത്, ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത്. ഈ പിൻവലിക്കുന്ന വൈസ്രോയിയാണ് ആര്, കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആണെന്ത്, ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ 1824, 1824 അന്ന്
ദത്തവകാശ നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ദക്ഷിണേന്ത്യയിലെ ഒരു നാട്ടുരാജ്യം അവർ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യത്തിന്റെ പേരാണ് കിട്ടൂര് ട്ടാ. കിട്ടൂര്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. 1824 ബ്രിട്ടീഷുകാര് അനൗദ്യോഗികമായിട്ട് ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് പിടിച്ചെടുക്കപ്പെട്ട ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് ഏത്? കിട്ടൂര്. ഓക്കെ ഓക്കെ അപ്പൊ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു വനിതയാണ് ആര്? കേട്ടിട്ടുണ്ടാവും, കിട്ടൂർ ചെന്നമ്മ ട്ടാ. കിട്ടൂർ ചെന്നമ്മ. ഓക്കെ ഓക്കെ അപ്പൊ 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് ഇത്? കിട്ടൂര്. ഈ കിട്ടൂര് പിടിച്ചെടുത്തതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിതയാണ് ആര്? കിട്ടൂർ ചെന്നമ്മ ട്ടാ. കിട്ടൂർ ചെന്നമ്മ. ഓക്കെ ഒന്നുകൂടെ പറയാ. 1824 നമ്മളെ ദത്തവകാശ നിരോധന നിയമം ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, അങ്ങനെ ഒരു നിയമം അനൗദ്യോഗികമായിട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് 1824 ദക്ഷിണേന്ത്യൻ പ്രദേശമായിട്ടുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമായിട്ടുള്ള കിട്ടൂര് പിടിച്ചെടുക്കുന്നത്. ഈ കിട്ടൂര് പിടിച്ചെടുത്തതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന വനിതയാണ് ആര്? കിട്ടൂർ ചെന്നമ്മ ട്ടാ. ഓക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ അടുത്തതാണ് നാനാ സാഹിബ്. നാനാ സാഹിബ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം, 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആ വ്യക്തിയാണ് ആര്? നാനാ സാഹിബ് ട്ടാ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബാണ്. ഓക്കെ ഇനി നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള കാരണം അദ്ദേഹം ദത്തുപുത്രനായിരുന്നു. ആ കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ് എന്ത് നമ്മുടെ നാനാ സാഹിബ് ഈ വിപ്ലവത്തിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ ഇദ്ദേഹം പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു. അത് നോട്ട് ചെയ്തോളൂ. ഓക്കെ അപ്പൊ ആദ്യം പറഞ്ഞത് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള കാരണം ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ട എന്താണ് പെൻഷൻ നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ്. വേണമെന്നില്ല. ഈ പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. അത് നോട്ട് ചെയ്തോളൂ. പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. ഓക്കെ പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് ആര്? നാനാ സാഹിബ്. ഇനി മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് 3 പോയിന്റ് ആണ് പറഞ്ഞത്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. അതുപോലെ തന്നെ പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. ഇയാള് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള കാരണമായിട്ട് മാറിയത് എന്താ? ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാ? നാനാ സാഹിബാണ്. ഓക്കെ ഈ വിപ്ലവം പരാജയപ്പെട്ടതോട് കൂടിയിട്ട് നാനാ സാഹിബ് നേപ്പാളിലേക്കാണ് പലായനം ചെയ്യുന്നത്. അത് നോട്ട് ചെയ്തോളൂ. നേപ്പാളിലോട്ടാണ് ആര്? നമ്മുടെ നാനാ സാഹിബ് പലായനം ചെയ്യുന്നത്. ഓക്കെ വിപ്ലവം പരാജയപ്പെട്ടതിനെ തുടർന്ന് നേപ്പാളിലേക്കാണ് എന്ത് നാനാ സാഹിബ് പലായനം ചെയ്യുന്നത്. ഓക്കെ അതുപോലെ തന്നെ നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്ത്? ദോണ്ടു പന്ത് ട്ടാ. നോട്ട് ചെയ്തോളൂ. ദോണ്ടു പന്ത് എന്നാണ് എന്ത് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്. ദോണ്ടു പന്ത്. ഓക്കെ അപ്പോ പേർഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാ? നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ്. പിന്നെ എന്താ പറഞ്ഞത്? വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്കാണ് ആര്? നമ്മളെ നാനാ സാഹിബ് പലായനം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ
ഓക്കെ, അടുത്തത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്. നമ്മൾ ഒന്നുകൂടി പറയുകയാണത് 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു കേട്ടോ. ഓക്കെ, 1857 വിപ്ലവ സമയത്താണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നേ. ഓക്കെ, അതുപോലെ തന്നെ 57 വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ജോർജ് ആൻസൺ ആയിരുന്നു. അത് നോട്ട് ചെയ്തോളൂ, ഈ 2 പോയിന്റ് നോട്ട് ചെയ്തോളൂ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു ആണ്, കാനിങ് പ്രഭു. അതുപോലെ തന്നെ 1857 വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവനാണ് പറയുന്നത് ജോർജ് ആൻസൺ ആയിരുന്നു. ജോർജ് ആൻസൺ. അതുപോലെ തന്നെ 57 കലാപം അവസാനിക്കുമ്പോൾ ആരാണ് സൈനിക തലവൻ? കോളിൻ ക്യാമ്പൽ ആണ്. ഓക്കെ, കോളിൻ ക്യാമ്പൽ ആണ് അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ. അതുപോലെ തന്നെ 57 വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിക്കാറുണ്ട്, പാമേഴ്സ്റ്റൺ പ്രഭു. ഓക്കെ, അതുപോലെ തന്നെ വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി ആയിരുന്നു. ഓക്കെ, 5 പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. 57 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പിന്നെ 57 വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ജോർജ് ആൻസൺ ആയിരുന്നു. അതുപോലെ തന്നെ കലാപം അവസാനിക്കുമ്പോൾ 1857 കലാപം അവസാനിക്കുമ്പോൾ ആരാണ്? ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 57 വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേഴ്സ്റ്റൺ പ്രഭുവാണ്. എന്ത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ, 57 വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? വിക്ടോറിയ രാജ്ഞിയാണ്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റരുത്. വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? പാമേഴ്സ്റ്റൺ പ്രഭു ആണ്. അതുപോലെ തന്നെ വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ചോദിച്ചാൽ ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിപ്ലവം എന്തിയാണ്? പരാജയപ്പെടുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മളെ ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല, കലാപങ്ങൾ നടന്നെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അല്ലെ, ഓരോ ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാര് അല്ലെ, അവർക്ക് അവകാശപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് അവര് ഈ പോരാടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിൽ എന്തിരുന്നില്ല, കലാപങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കലാപകാരികളെ അപേക്ഷിച്ചിട്ട് സൈനികർക്ക് എന്താണ് സംഘടനാ മികവും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അല്ലെ, നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തില്ല ഈ ആയുധങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സംഘടനാ മികവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ എന്ത് ചെയ്തിട്ടില്ല? കലാപകാരികൾ വിജയിച്ചിട്ടില്ല. അതായത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരുന്ന ആൾക്കാർ ഒക്കെ എന്തായിരുന്നു? ഈ കലാപത്തിനെതിരായിരുന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈനികന്മാര് തന്നെ പലരെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അടർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 വിപ്ലവം, ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച വിപ്ലവം എന്ത് ചെയ്യാണ്? പരാജയപ്പെടുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഉത്തരേന്ത്യയിൽ എന്തില്ല, മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കലാപകാരികളെ അപേക്ഷിച്ചിട്ട് സൈനിക ശേഷിയും അതുപോലെ തന്നെ സംഘടനാ മികവൊക്കെ ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ എന്ത് ചെയ്തു? നമ്മളെ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരുന്നവര് എന്തിയായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ തന്നെ നമ്മളെ സമരത്തിന് എതിരായെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ നോട്ട് അയക്കാം, അതിൽ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞത് പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ ഫലങ്ങളാണ്, ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ, ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കച്ചവടത്തിന് വന്നിരുന്ന ആൾക്കാരാണ്. അവരാണ് ഈ ഒരുപാട് ആളുകളെ കൊല്ലപ്പെടുത്തുകയും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളൊക്കെ അവരോട് കൂട്ടി വയ്പ്പിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അതെന്ത് ചെയ്തു? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. 1857 വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുക്കുന്നത് ഈ 57 വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ്. ഓക്കെ,
അതിനായിട്ട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമം റദ്ദാക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പോ ഈ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്തോളൂ. 1857 വിപ്ലവത്തിന്റെ ഫലങ്ങളായിരുന്നു എന്തൊക്കെ? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. 58 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി. നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഇത് വേണമെങ്കിൽ ഞാൻ നോട്ട് അയച്ചുതരാം കേട്ടോ. ഇപ്പൊ സമയം അവസാനിക്കാറായല്ലോ, അപ്പൊ ഇത് നോട്ട് അയച്ചുതരാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? വിപ്ലവം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നുകൂടി പറയാം. ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് കലാപങ്ങൾ ഉണ്ടായെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവൊക്കെ ആർക്കായിരുന്നു? കമ്പനിക്കാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാർ ആ കാര്യത്തിൽ പരിമിതരായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ നേടുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കലാപകാരികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരുന്ന ആൾക്കാർ ഒക്കെ എന്തായിരുന്നു? നമ്മളെ സമരത്തിന് അല്ലെങ്കിൽ വിപ്ലവത്തിന് എതിരായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ സൈനികരെ തന്നെ പല ആളുകളെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരെ അടർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ ഫലങ്ങളായിരുന്നു ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. 58 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാ? നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാ? ഒന്ന് പറഞ്ഞേ. കാനിങ് പ്രഭു. യെസ്, ശരിയാണ്. കാനിങ് പ്രഭു ആണ് എന്ത് നമ്മളെ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് അല്ലെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരാന്നറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി, ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായി കണക്കാക്കപ്പെടുന്നത് പ്രീതിലത വഡേദാർ ആണ്. നോട്ട് ചെയ്തോളൂ, പ്രീതിലത വഡേദാർ. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രീതിലത വഡേദാർ ആണ്. പ്രീതിലത വഡേദാർ. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? അതറിയോ ആർക്കെങ്കിലും? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ക്ലിയർ ആയില്ല? ഖുദിറാം ബോസ്. കറക്റ്റ് ആണ്. ഖുദിറാം ബോസ് ആണ് എന്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രീതിലത വഡേദാർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ആര്? ഖുദിറാം ബോസ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഈ 1857 വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ്. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബ്രിട്ടന് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് മൊത്തത്തിൽ എന്താ പറയാ ഒരു എതിർപ്പ് പല ഭാഗങ്ങളിൽ നിന്നും വരികയാണ്. അപ്പോ അതിന്റെ ഫലമായിട്ടാണ് എന്ത് 1858 1858 നമ്മളെ വിക്ടോറിയ രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുപ്പിക്കുന്നത് അല്ലെ. 1858 വിക്ടോറിയ രാജ്ഞി വിളംബരം പുറപ്പെടുപ്പിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് എന്ത് ബ്രിട്ടീഷ് അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും
നമ്മളെ ഇന്ത്യയുടെ ഭരണം നേരിട്ടിട്ട് എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ 1858 രാജ്ഞിയുടെ വിളംബരമാണെന്ത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കാൻ കാരണമായിട്ടുള്ള വിളംബരം അല്ലെ. ഇനി വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായിട്ട് 1858 നവംബർ മാസം 1 കാനിങ് പ്രഭു അലഹബാദ് ദാർബറിൽ രാജകീയ സദസ്സ് വിളിച്ചുകൂട്ടി. ഓക്കെ, ഈ 58 വിപ്ലവമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്തോളൂ. 1858 വിളംബരം ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോയിന്റാണ് പറഞ്ഞത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ആക്ട് ആണ് എന്ത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഈ 58 വിളംബരം, ഈ രാജ്ഞിയുടെ വിളംബരം എന്തിയാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ 1858 രാജ്ഞിയുടെ വിളംബരം എന്താണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു അല്ലെ. അതുപോലെ തന്നെ 1858 ഈ ഓക്കെ, ഇനി കുറച്ച് പോയിന്റുകളും കൂടി ഉണ്ട്. ഈ സമയം കഴിയുന്ന അറിയില്ല. ഇനി ഇതിൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൂടി എടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റുകൾ ഞാൻ നോട്ടിൽ അയക്കാട്ടോ. കുറച്ച് പുസ്തകങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ വിശേഷണങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് ട്രിബ്യൂണൽ. ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ. ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത്. ഓക്കെ, അപ്പൊ എന്നെ നോട്ട് ചെയ്തോളൂ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണെന്നാണ് പറഞ്ഞത്. അത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ഓക്കെ, പക്ഷെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാ? അത് VD സവർക്കർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ 57 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണെന്നാണ് ചോദിച്ചത്. അത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ ആണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്തത് ആര് തന്നെയാണ്? കാൾ മാർക്സ് ആണ് കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് ആര്? കാൾ മാർക്സ്. ഇവിടെ 3 പോയിന്റ് ആണ് പറഞ്ഞത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. പക്ഷെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 വിപ്ലവത്തെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിച്ചത് VD സവർക്കർ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തി ആര് തന്നെയാണ്? കാൾ മാർക്സ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഈ വിപ്ലവത്തിന് ശേഷം പിന്നീട് എന്താണ് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണെന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പിന്തുടർന്നു വന്നത് അല്ലെ. അതിന്റെ ഫലമായിട്ടാണ് 1905 നമ്മളെ ബംഗാൾ വിഭജിച്ച് ഭരണമൊക്കെ ഏർപ്പെടുത്തുന്നത്. അതൊക്കെ നമുക്ക് ഇനി ആ ഭാഗത്തോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? പിന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയമാണ് ബ്രിട്ടീഷുകാർ പിന്തുടർന്നു വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥര് 1858 മുതലാണ് വൈസ്രോയി ആയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ 1858 ആക്ട് പ്രകാരമാണ് ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേര് മാറിയിട്ട് ഉദ്യോഗസ്ഥന്മാര് വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടാ. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേര് മാറിയിട്ട് വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് 58 ഈ എന്താ പറയാ വിളംബരം അല്ലെങ്കിൽ ആക്ട് പ്രകാരമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച
വിപ്ലവകാരി ഉണ്ട്. അതാർക്കെങ്കിലും അറിയോ? 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വ്യക്തി ആരാന്നറിയോ? ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിപ്പിച്ച വിപ്ലവകാരിയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ട്ടാ, അത് നോട്ട് ചെയ്തോളൂ. ബീഗം ഹസ്രത്ത് മഹലാണ് എന്ത്? 58ലെ രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിപ്പിച്ച വിപ്ലവകാരിയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ട്ടാ, ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് എന്തൊക്കെയാ പറഞ്ഞത്? 1857ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സമരത്തെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് ആര്? കാൾ മാർക്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയാ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരെ 1858 മുതലാണെന്ത് ഈ ആക്ട് അല്ലെങ്കിൽ ഈ വിളംബര പ്രകാരം പിന്നീട് എന്താണ് വൈസ്രോയി എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ 58ലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ. ഇനി കുറച്ച് പോയിന്റുകളും പറയാനുണ്ട്. അതൊരു പണി ഞാൻ നോട്ടിൽ അയക്കാട്ടാ. കുറച്ച് വിശേഷണങ്ങൾ അതുപോലെ തന്നെ പുസ്തകങ്ങളാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ. കുറച്ച് പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നോട്ടിൽ അയക്കാം. പിന്നെ അപ്പൊ ഞാന് ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ നിന്ന് ഇടയിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ 1857ലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണെന്നാണ് അറിയപ്പെടുന്നത്? എന്ന് പറഞ്ഞേ. ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ മീററ്റ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അത് PS ഇങ്ങനെ തന്നെ ചോദിക്കും. എന്താണ്, എവിടെ നിന്നാണ് വിപ്ലവം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? അത് മീററ്റ് ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശ് പറഞ്ഞു. പിന്നെ 2-3 പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി പറയാം. 1857ലെ കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 57ലെ കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന കൻവർ സിംഗ് ആണ്. അതുപോലെ തന്നെ ജവാൻ ഓഫ് ആർക്ക്, 57ലെ കലാപത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാ? ഝാൻസി റാണിയാണ്. അപ്പൊ 57ലെ കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. കലാപത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? നാനാ സാഹിബ് എന്ന് പറഞ്ഞു. പിന്നെ 57ലെ കലാപത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്ന ആരാ? അസിമുള്ള ഖാനാണ് കേട്ടോ. അസിമുള്ള ഖാനാണ് എന്ത്? 57ലെ കലാപത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. ഇവിടെ 3 പോയിന്റാണ് പറഞ്ഞത്. കലാപത്തിന്റെ 1857ലെ കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അതുപോലെ തന്നെ 57ലെ കലാപത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 57ലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം നേരത്തെ പറഞ്ഞതാണ് നാനാ സാഹിബ് ആണെന്ന് പറഞ്ഞു. 57ലെ കലാപത്തിന്റെ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരാണ്? അസിമുള്ള ഖാനാണ് കേട്ടോ. ഓക്കെ. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്നത് ആരാ? ഡൽഹിയിലെ ഭരണാധികാരി ആരായിരുന്നു? പറയാൻ പറ്റുമോ? ആരും റീപ്ലൈ പറയുന്നില്ലല്ലോ. ബഹദൂർ ഷാ രണ്ടാമൻ. കറക്റ്റ് ആണ്. ബഹദൂർ ഷാ രണ്ടാമനാണെന്ത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി, അല്ലെങ്കിൽ നമ്മളെ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരി അല്ലെ. അതുപോലെ തന്നെ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ പേരെന്താ? കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ പേരെന്താണ്?
കറക്റ്റ് ആണ്, ബാദലാണ്. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി, ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? പി ലത വടേദാർ. കറക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാ? നടപ്പിലാക്കിയത് ആരാ? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. 1848 1848 ഡൽഹൌസി പ്രഭുവാണ് എന്ത് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, പിന്നീട് 1858 രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ആ ആക്ട് വന്നതിന് ശേഷമാണ് എന്ത് പിന്നീട് ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് പിന്നീട് വൈസ്രോയി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കാണ്ട്, മറ്റേ കുറച്ച് പുസ്തകങ്ങൾ അതുപോലെ തന്നെ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. അതൊരു പണി ചെയ്യാൻ നോട്ടിൽ അയക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തുണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് ഈ ക്ലാസ്സോടെ വെച്ച് നിർത്താം. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ടിൽ അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല പന്നി ചെയ്തിട്ടില്ലടോ.